കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഗ്രാമവാസികൾക്ക് ഇപ്പോൾ ശുദ്ധീകരിച്ച കുടിവെള്ളം ദുരിതം വിതയ്ക്കുന്നു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിൽ മണവേലി പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയിട്ട് 3 ദിവസം പിന്നിടുന്നു. ഇതേവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. കാലവർഷം മൂലമുള്ള ദുരിതത്തിനു പുറമെയാണ് പൊതുജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി വക വെള്ളക്കെട്ട് സമ്മാനമായി നൽകുന്നത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ മണവേലി പ്രദേശത്താണ് ഈ ദുരിത കാഴ്ച. 3 വീടുകളും ഗ്രാമവഴികളും റോഡരികുമെല്ലാം ശുദ്ധജല തടാകമായി മാറിയിരിക്കുന്നു. താരതമ്യേന ഭൂനിരപ്പ് താഴ്ന്ന പ്രദേശമാകയാൽ മഴക്കെടുതികൾ ദുരിതമാകുന്നതിന് പുറമെയാണ് വാട്ടർ അതോറിറ്റി വക സമ്മാനം. മൂവാറ്റുപുഴയാറ്റിൽ നിന്നും കൂറ്റൻ പൈപ്പിലൂടെ മാക്കേക്കടവിലെത്തിച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ശുദ്ധീകരിച്ച ജലം വീട്ടുമുറ്റത്തും കയർ ഫാക്ടറികളിലും നിറഞ്ഞു കവിയുന്നു. കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരെ പലതവണ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടികളും 2 ദിവസങ്ങളായി കൈക്കൊണ്ടിട്ടില്ല. വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ വയ്യാത്ത വിധം വെള്ളക്കെട്ട് രൂക്ഷമാണ്. 1 ലക്ഷത്തോളം രൂപയുടെ കയറും കയർ ഉൽപ്പന്നങ്ങളും വെള്ളം കയറി നശിച്ച വിവരം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ അടക്കം അറിയിച്ചിട്ടും പൈപ്പ് പൂട്ടുവാൻ ഇതേവരെയും നടപടിയായിട്ടില്ല. ദുരിതമനുഭവിക്കുന്നവർ ഫയർഫോഴ്സിലും പോലീസിലും വരെ വിവരമറിയിച്ചിട്ടും നിരാശയായിരുന്നു ഫലം. 3 വീടുകളും നിരവധി പേർ ജോലി ചെയ്യുന്ന കയർ ഫാക്ടറികളും സ്ത്രീകളുടെ കയർപിരി യൂണിറ്റുമെല്ലാം ശുദ്ധജലത്തിൽ അശുദ്ധമായി. റോഡ് സൈഡിൽ കൂടി ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പോകുന്നുണ്ട്. ഇത് മിനിഞ്ഞാന്ന് രാത്രി പൊട്ടിയതാണ്. ഇന്നലെ ഇതിന്റെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഓഫീസിൽ ചെന്ന് വിവരങ്ങൾ പറയും. അവർ നമ്മുടെ ഫോൺ നമ്പരും അഡ്രസ്സും ഉൾപ്പെടെ എഴുതിയടിക്കുകയും കാര്യങ്ങൾ ചെയ്ത് ഉടനെ ആൾ വിട്ടില്ലെന്ന് പറഞ്ഞു. ഉച്ചയായിട്ട് പോലും ആൾ വരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെയും ഒന്ന് വിളിച്ചു. ഇന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പുറക്കാൻ രക്ഷയില്ല, ഇവിടെ പണി നിർത്തിയിരിക്കുക, 2 തറയിൽ ഇവിടെ പണിയെടുക്കുന്നതാണ്, 15 പേര് പണിയെടുക്കുന്നത്, ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. യാതൊരു കാരണവശാലും ഒരു നടപടി അവിടെ നിന്ന് ഉണ്ടായില്ല. ആളെ വിട്ടേക്കാൻ ഇന്നലെ വൈകുന്നേരം വരെ പറഞ്ഞിട്ട് പോലും ഇതുവരെ ആരും വന്നിട്ടില്ല. ഇപ്പം ഇച്ചിരി വെള്ളം കുറഞ്ഞതാണ്. 85,000 രൂപയുടെ സാധനമാണ് ഈ കിടന്ന് നനഞ്ഞു പോകുന്നത്. യാതൊരു ബുദ്ധിമുട്ട്, കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഇത് മൊത്തം ഈ കാണുന്നത് ജപ്പാൻ കുടിവെള്ളം. ഇവിടെ മഴ പെയ്താലൊക്കെ വെള്ളം വരുന്നതാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഈ ഇത്രയും പേരുണ്ട്, 3 വീട്ടുകാർക്ക് യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ള വെള്ളം വന്നിട്ടുണ്ട്. കോടാനുകോടി രൂപ മുടക്കി ചേർത്തല നിവാസികൾക്ക് കുടിവെള്ളം എത്തിച്ച ജപ്പാൻ പ്രോജക്ട് താളം തെറ്റിയും താറുമാറായുമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഇതിനകം 50% വീടുകളിൽ പോലും ജപ്പാൻ വെള്ളം എത്തിയിട്ടില്ല. എന്നിട്ടുപോലും അപാകതകൾ തത്സമയം പരിഹരിക്കുവാനോ ഉപഭോക്താക്കൾക്ക് പരാതികളില്ലാതെ സേവനം നൽകുവാനോ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നുമില്ല. അടിയന്തര പ്രാധാന്യത്തിൽ പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ തികഞ്ഞ അലംഭാവം കാട്ടുന്ന വാട്ടർ അതോറിറ്റിക്കെതിരെ ജനരോഷം ഈ പ്രദേശങ്ങളിൽ ശക്തമാണ്. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം മൂലം ധനനഷ്ടവും തൊഴിൽ നഷ്ടവും സംഭവിച്ചതിന് നഷ്ടപരിഹാരം തേടി പരാതി നൽകിയിരിക്കുകയാണ് വീട്ടുടമകൾ. തറയിൽ സാബുവിനും പുരയിടവും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞതുവഴി വളർത്തു മത്സ്യങ്ങൾ ഉൾപ്പെടെ നഷ്ടമായി. 3 ദിവസങ്ങളിലായി റോഡരികിലെ മണ്ണൊഴുകി പോകുക വഴി പൊതുനഷ്ടങ്ങൾ വേറെയും. കോടികൾ മുടക്കി ശുദ്ധീകരിക്കുന്ന കുടിവെള്ളത്തിൽ ജനങ്ങൾക്ക് നീന്തി തുടിക്കുവാനും കൈകാൽ കഴുകുവാനും അവസരം നൽകിയ വാട്ടർ അതോറിറ്റിയുടെ ചേർത്തല ഓഫീസ് കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറുകയാണ്. കിഴക്കുവരെ വെച്ച് ഇത് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ നമ്മൾ വരുമ്പോൾ മുറ്റം നിറച്ച് വെള്ളമാണ്. ആ സംഗതി പിന്നെ 12 ഒരു 9 മണിയായപ്പോൾ തന്നെ അധികാരികളെ അറിയിക്കുകയും എടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും സ്പോട്ടും ഒക്കെ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ ബന്ധപ്പെട്ട് പിന്നെ ആൾ വിട്ടേക്കാന്ന് പറഞ്ഞു. നമ്മൾ വിട്ടേക്കാന്ന് പറഞ്ഞ് ഓരോ സമയത്തും ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ഇവിടുത്തെ മെമ്പറേഡും പാർട്ടി മെമ്പറേഡും അതുപോലെയൊക്കെയുള്ള പാർട്ടി അധികാരികളോടൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുവരെ വിളിപ്പിക്കുമ്പോൾ ദയവരുന്ന് ആൾ വിട്ടേക്കാന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു 10-15 കുടുംബം തൊഴിലാളികളുണ്ട്. അത്രയും പേര് ഇവിടെ നിന്നുണ്ട് ജോലി എടുക്കുന്നത്. എല്ലാവരും കൂടി ആ തൊഴിലിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഈ കയറും സാധനവും എല്ലാം വെള്ളത്തിന് അടിയിലായി പോയി. വെള്ളം മുഴുവനും ഒഴുകി വന്ന് ഞങ്ങളുടെ മുറ്റത്തും ഓഫീസിലും ഈ കയറിയിരിക്കുന്ന സ്ഥലമൊക്കെ മുങ്ങി. അപ്പം അന്നേരം മുതൽ അവർ വിളിച്ച് പറഞ്ഞിട്ട് അവരാരും വന്ന് നോക്കിയോ ഇല്ല. പിന്നെ ഇന്നും ഒക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അവരോട്. അപ്പം ഇത് വന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കാനൊന്നും വന്നിട്ടില്ല. ഈ ജപ്പാൻ വെള്ളം ഈ കാണുന്ന മുഴുവൻ്റെ പടിഞ്ഞാപ്പുറത്ത് മുഴുവനും ഒഴുകിപ്പോയി നിറഞ്ഞു നിൽക്കണം ഈ വെള്ളം. എത്ര ദിവസം? അപ്പോൾ ഇന്നത്തേക്ക് 3 ദിവസമായി.